ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ നിരീക്ഷകൻ എന്ന പദവി ഉപേക്ഷിച്ച് സെമിനാരി പ്രവേശനത്തിനൊരുങ്ങുന്ന ക്രെയ്ഗ് സിയോബർട്ട് എന്ന യുവാവിന്റെ ദൈവവിളി അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നു. US-ലെ പ്രമുഖ ടെലിവിഷൻ ചാനലായ WKBN-ന് വേണ്ടി കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്ന മാധ്യമ പ്രവർത്തകനാണ് ക്രെയ്ഗ് സിയോബർട്ട്. We're sitting in the 60s, and they're going to fall into the 50s, into that refreshing and pleasant category over the next several days. So it'll feel a lot nicer. Just a few rain showers out there this evening across parts of southern Columbiana County, but the majority of the valley, those rain showers are gone, and that's allowing for some clearing skies. Area of high pressure is going to be building in. That's going to be bringing this nice weather that you see off to our north. ജോലി ഉപേക്ഷിച്ച് താൻ സെമിനാരിയിൽ ചേരുന്നു എന്ന് അമ്പരപ്പിക്കുന്ന വിവരം ദിവസങ്ങൾക്ക് മുമ്പ് ട്വിറ്ററിലൂടെയാണ് 31 വയസ്സുകാരനായ ക്രെയ്ഗ് സിയോബർട്ട് വെളിപ്പെടുത്തിയത്. ഒഹിയോയിലെ യങ്സ്റ്റൺ രൂപതയ്ക്ക് വേണ്ടി പൗരോഹിത്യ പരിശീലനത്തിനായി താൻ പ്രവേശിക്കുകയാണ്. വളരെയേറെ ഇഷ്ടത്തോടെ താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തനിക്ക് നഷ്ടമാകുമെന്നും പക്ഷേ താൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടത് അനിവാര്യമാണെന്നും ക്രെയ്ഗ് പറയുന്നു. I've been accepted by the bishop to enter the seminary for the Diocese of Youngstown. It's a long process that goes through years of schooling, but it's on the way to the hope that one day you'll become a priest. ദൈവസ്വരം ശ്രവിച്ച് ഉത്തമമായ തീരുമാനം കൈക്കൊണ്ട സിയോബർട്ടിന് യങ്സ്റ്റൗൺ ബിഷപ്പ് ഡേവിഡ് ജെ ബോനർ പ്രാർത്ഥനാ ആശംസകൾ നേർന്നു. തുടർന്നുള്ള മാസങ്ങളിലും വർഷങ്ങളിലും തന്റെ നിരന്തരമായ പ്രാർത്ഥനകളും പിന്തുണയും പ്രോത്സാഹനവും താൻ ഉറപ്പു തരുന്നുവെന്ന വാക്കുകളോടെ ബിഷപ്പ് നൽകിയ സന്ദേശം സിയോബർട്ട് തന്റെ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഗീതത്തിൽ തൽപരനായ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി യങ്സ്റ്റൗൺ മൗണ്ട് കാർമൽ ദേവാലയത്തിലെ മ്യൂസിക് ഡയറക്ടറുമാണ്. കുട്ടിക്കാലം മുതൽ വൈദികനാകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് താനുമായി വളരെയേറെ അടുപ്പമുണ്ടായിരുന്ന ബിഷപ്പ് ജോർജ് മുറയുടെ വിയോഗത്തിന് ശേഷമാണെന്ന് ക്രെയ്ഗ് സിയോബർട്ട് പറയുന്നു. ചിക്കാഗോ രൂപത സഹായമെത്രാനായും പിന്നീട് യങ്സ്റ്റൗൺ രൂപതാധ്യക്ഷനായും സേവനം ചെയ്ത ബിഷപ്പ് ജോർജ് മുറെ 2020 ജൂൺ 5-നാണ് രക്താർബുദം മൂലം കാലം ചെയ്തത്. 1943 മെയ് 15-ന് സ്ഥാപിതമായ യങ്സ്റ്റൗൺ രൂപതയിൽ 2 ലക്ഷത്തിൽ പരം കത്തോലിക്കരാണുള്ളത്. 2017 നവംബറിൽ കൂദാശകർമ്മം നിർവഹിക്കപ്പെട്ട തൃശൂർ അതിരൂപതയിലെ പറപ്പൂർ സെന്റ് ജോൺ നെബുംസിയാൻ ഫോറാന പള്ളിയിലെ അൾത്താര ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റെയിൻസ് ഗ്ലാസ് അൾത്താര എന്ന വിഭാഗത്തിലാണ് ശില്പി CL ജോസഫ് കുന്നത്തിന്റെ പേരിൽ റെക്കോർഡ് ചേർക്കപ്പെട്ടത്. അടി നീളവും 45 അടി ഉയരവുമുള്ള തൃശൂർ അതിരൂപതയിലെ പറപ്പൂർ ഇടവകയിലെ അൾത്താര ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റെയിൻ ഗ്ലാസ് അൾത്താര എന്ന നിലയിൽ രാജ്യാന്തര തലത്തിൽ ഇനി മുതൽ അറിയപ്പെടും. പ്രതീകാത്മകമായി പരിശുദ്ധാത്മാവിനെയും ക്രിസ്തു ശിഷ്യരായ 12 പേരുടെയും ചിത്രങ്ങളാണ് സ്റ്റെയിൻ ഗ്ലാസിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ചില്ലിന്റെ മുകളിൽ വിവിധ കളറുകൾക്കനുസരിച്ച് ലോഹധാതുക്കളും ചില്ലുപൊടിയും വെള്ളവും പശയും ചേർത്ത് ചൂടാക്കിയാണ് സ്റ്റെയിൻ ഗ്ലാസ് ഉണ്ടാക്കുന്നത്. ലോഹധാതുക്കൾക്ക് ചില്ലിനേക്കാൾ തിളനില കൂടിയതിനാൽ ചൂടാക്കുമ്പോൾ ചില്ലുരുകി ആവശ്യമുള്ള കളറുകളിലേക്ക് എത്തിക്കുകയാണ് സാധാരണ ചെയ്യുക. പറപ്പൂർ സെന്റ് ജോൺസ് പള്ളി ഈ അതിരൂപതയിലെ വിശുദ്ധ ജോൺ നെബുംസിയാന്റെ നാമധേയത്തിലുള്ള ഏക ദേവാലയമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഇടവകയുടെ പുതിയ ദേവാലയം പണി പൂർത്തിയാക്കിയിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ പള്ളിയുടെ അൾത്താര ഇടം പിടിച്ചിരിക്കുകയാണ്. സ്റ്റെയിൻ ഗ്ലാസിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ അൾത്താരയായിട്ടാണ് ഇത് അംഗീകാരം നേടിയിരിക്കുന്നത്. ഇതിന്റെ ശില്പി ഈ ഇടവക്കാരൻ തന്നെയായ മിസ്റ്റർ ജോസഫാണ്. ജോസഫിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അസാമാന്യ പ്രതിഭയുള്ള ജോസഫ് സ്വന്തം ഇടവക ദേവാലയത്തിന്റെ അൾത്താര അങ്ങേയറ്റത്തോളം ഭംഗിയാക്കാൻ സകല കഴിവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പോളി നീലങ്കാവലച്ചനാണ്. അച്ഛനോടൊപ്പം ഈ ഇടവക ജനങ്ങൾ ഒന്നാകെ അങ്ങേയറ്റത്തോളം ത്യാഗപൂർവമാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. എല്ലാവരെയും ഈ സമയം ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവത്തിന് നന്ദി പറയും. ആലുവ സെമിനാരിയിലെ പൊട്ടിപ്പോയ സ്റ്റെയിൻ ഗ്ലാസിന്റെ പുനരുദ്ധാരണത്തിനായി ഇപ്പോഴത്തെ മെൽബൺ രൂപതാധ്യക്ഷനും പറപ്പൂർ ഇടവകാംഗവുമായ മാർ ബോസ്കോ പിതാവിന്റെ താൽപര്യാർത്ഥം അവിടെ എത്തിയതും 10 പഴക്കമുള്ള ഗ്ലാസ് പാനലുകൾ അതേപടി പുനരുദ്ധരിച്ചതുമാണ് സ്റ്റെയിൻ ഗ്ലാസ് മേഖലയിലേക്കുള്ള കടന്നുവരവിന് ആക്കം കൂട്ടിയത്. ജോസഫ് കുന്നത്തിന്റെ സുഹൃത്തും ആലുവ സെമിനാരിയിലെ സ്റ്റെയിൻ ഗ്ലാസ് പുനരുദ്ധാരണ കാലയളവിൽ അവിടുത്തെ വൈദികാർത്ഥിയുമായിരുന്ന ഫാദർ ടിബിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരുമായി ബന്ധപ്പെട്ട് റെക്കോർഡിനു വേണ്ട പശ്ചാത്തലം ഒരുക്കിയത്.
രാജസ്ഥാനിലെ മിഷൻ പ്രദേശത്ത് സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ടിബിൻ തന്നെയാണ് ഇക്കാര്യം പിന്തുടർന്നതും അവാർഡ് ലഭ്യമാക്കുന്നതിനു വേണ്ട ആശയവിനിമയങ്ങൾ ഏകോപിപ്പിച്ചതും. പൊതുവേദിയിൽ നടത്തപ്പെടേണ്ട അവാർഡ് ദാന ചടങ്ങ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കി അവാർഡും സർട്ടിഫിക്കറ്റും കൈമാറുകയായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടകം, പഞ്ചാബ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി 37 അൾത്താരകൾ, അതും സ്റ്റെയിൻ ഗ്ലാസ് പശ്ചാത്തലമുള്ളവ ഇതിനകം ജോസഫ് CL പൂർത്തീകരിച്ചിട്ടുണ്ട്. നിരവധി അൾത്താരകളുടെ ശില്പിയായ അദ്ദേഹം വിവിധ സ്കൂളുകളിലും ചിത്രകലാ സ്ഥാപനങ്ങളിലും വിസിറ്റിംഗ് അധ്യാപകൻ കൂടിയാണ്. ഇപ്പോൾ തന്റെ ഇഷ്ടമേഖലയായ പിഗ്മെന്റേഷൻ ഓഫ് സ്റ്റെയിൻഡ് ഗ്ലാസ് എന്ന വിഷയത്തിൽ ഗവേഷണവും നടത്തിവരുന്നു. നവവൈദികനായ ചേട്ടൻ തന്റെ അനിയനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നെഞ്ചിലേറ്റി കേരള സമൂഹം. റൊഗേഷനിസ്റ്റ് സഭാംഗമായ ഫാദർ നിഖിലാണ് തന്റെ തിരുപ്പട്ട സ്വീകരണ സമയത്ത് തന്റെ മാതാപിതാക്കൾ മരണമടഞ്ഞപ്പോഴും വൈദികനാകാനുള്ള തന്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് അനുജനെടുത്ത ത്യാഗങ്ങളെക്കുറിച്ച് പങ്കുവച്ചത്. ഇനിയുള്ള ഒരാൾ ഇവിടെ ഫ്രണ്ടിലിരിപ്പുണ്ട്, എൻ്റെ അനിയനാണ്. നന്ദി പറയേണ്ടത് ഒരാവശ്യമല്ല എങ്കിൽ പോലും ഇപ്പോഴല്ലാതെ മറ്റൊരു സാഹചര്യത്തിൽ നിന്നോട് നന്ദി പറയുവാനായിട്ട് എനിക്ക് പറ്റില്ല. പപ്പയും മമ്മിയും മരിച്ചപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, ഇനി നിനക്കാരാ ഉള്ളത്, ചേട്ടാ ഇനി പോവരുത്, ഇവിടെ ഉണ്ടാകണമെന്നൊക്കെ. പക്ഷെ നീ അതൊരിക്കലും എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒത്തിരി വേദനയിലും ബുദ്ധിമുട്ടുകളിലും ഉറപ്പായിട്ടും നീ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. പല കാര്യങ്ങളും നീ എന്നെ അറിയിച്ചിട്ടില്ല. പല വിഷമങ്ങളും സഹിച്ചത് നീ ഒറ്റയ്ക്ക് തന്നെയാണ്, ഞാൻ പോലും അറിയാതെ. ഒരു കാര്യം ഉറപ്പാണ്, നീ അന്ന് വേണ്ടെന്ന് വെച്ച പല സുഖ സൗകര്യങ്ങളുടെയും സംരക്ഷണത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഫലം കൂടിയാണ് ഈ പൗരോഹിത്യം. നീ സഹിച്ച ത്യാഗങ്ങളും ഈ പൗരോഹിത്യത്തിലുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതായിട്ട് ഇതിലൊന്നുമില്ല. എനിക്ക് വേണ്ടി കൂടി അധ്വാനിച്ചതാണ് നിൻ്റെ കൈകളിലെ തഴമ്പ്. അത്രയും തഴമ്പ് ഈ കൈകളിലില്ല. അഭിമാനമാണ് നിന്നെപ്പോലെ ഒരുവനെ കൂടപ്പിറപ്പായി കിട്ടിയതിൽ. നന്ദി എന്ന വാക്ക് നമുക്കിടയിൽ ആവശ്യമില്ലെങ്കിലും ഒത്തിരി നന്ദി. ഒരു കൂടപ്പിറപ്പായി ജനിച്ചതിനും ഇത്രയേറെ എനിക്ക് വേണ്ടി ഓടിയതിനും വിയർപ്പൊഴുക്കിയതിനും. പുറത്തൊക്കെ പോയി കറുത്ത് കരുവാളിച്ചിങ്ങനെ ഇരിക്കുകയാണ് അവൻ. ഇതിലധികമായിട്ട് എന്താണ് ഞാൻ നന്ദി പറയുക? കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ അക്കാപ്പല്ല മ്യൂസിക്കൽ ഗാനവുമായി കർമ്മലീത്ത സന്യാസിനിമാർ. നന്മ നേരും അമ്മ എന്ന ഗാനമാണ് സന്യാസിനിമാർ അക്കാപ്പല്ല ഗാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പോലുമില്ലാതെ 138 ട്രാക്സുകളിൽ കൈകൊണ്ടും വായുകൊണ്ടും പ്രൊഡ്യൂസ് ചെയ്യാവുന്ന മ്യൂസിക്കൽ സൗണ്ട്സ് മാത്രം ഉൾപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഒരു സംഗീത അവതരണമാണിത്. CMC സന്യാസിനി സമൂഹത്തിന്റെ കോതമംഗലം പാവനാത്മ പ്രൊവിൻസിലെ 20 സന്യാസിനിമാരാണ് ഈ മ്യൂസിക്കൽ ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത്. സാജോ ജോസഫ് സംവിധാനം ചെയ്ത അക്കാപ്പല്ല ഗാനം CMC വിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. സഹനങ്ങളെ കൃപകളാക്കിയ സ്പെയിനിലെ കുഞ്ഞു മിഷണറി തെരേസിറ്റ കാസ്റ്റിലോ ഡി ഡിയേഗോയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി ശ്രദ്ധേയമാകുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച രോഗാവസ്ഥയിലും വേദനകളെ പുണ്യങ്ങളായി കണ്ട്
അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച തെരേസിറ്റയുടെ ജീവിതകഥ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. 10ാം വയസ്സിലായിരുന്നു ഈ കുഞ്ഞുമാലാഖയുടെ അന്ത്യം. Ser misionera es para llevar a la gente al cielo. Y quiero llevar a los demás con Jesús para que vayan al cielo felices para siempre, siempre. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി രോഗാവസ്ഥയിലെ വേദനകളും പീഡകളും സമർപ്പിച്ച തെരേസിറ്റ കാസ്റ്റലോ ഡി ഡിയാഗോ എന്ന സ്പാനിഷ് മിഷണറി പെൺകുട്ടിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ബ്രെയിൻ ട്യൂമറുമായുള്ള 3 വർഷങ്ങൾ നീണ്ട പോരാട്ടം പൂർത്തിയാക്കി 2021 മാർച്ച് 7-ാം തീയതിയാണ് തെരേസിറ്റ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുന്നത്. തെരേസിറ്റയുടെ മാതാപിതാക്കളായ തെരേസയും എഡ്വേർഡും തങ്ങളുടെ അനുഭവം ഡോക്യുമെന്ററിയിൽ വിവരിക്കുന്നുണ്ട്. Estoy con Carla Cutis y Monse. Enseguida la buscan para operar, ¿verdad, Teresita? Sí. തെരേസിറ്റയെ റഷ്യയിൽ നിന്ന് ദത്തെടുത്ത സംഭവം സ്പെയിനിലെ മാഡ്രിഡിൽ ആദ്യകാലങ്ങളിൽ അവൾ ചെലവിട്ടത് എങ്ങനെയെന്നും പ്രാർത്ഥനയോടും ദൈവവിശ്വാസത്തോടും കാണിച്ച തീഷ്ണതയും മാതാപിതാക്കൾ തുറന്നു പറയുന്നു. ബ്രെയിൻ ട്യൂമർ നീക്കം ചെയ്യാനായി വിവിധ ശസ്ത്രക്രിയകൾ നടത്തിയപ്പോൾ തെരേസിറ്റ അനുഭവിച്ച വേദനയും ഡോക്യുമെന്ററി പ്രതിപാദ്യ വിഷയമാകുന്നുണ്ട്. ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനുള്ള തെരേസിറ്റയുടെ ശ്രമത്തിന് അന്ത്യമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഡോക്യുമെന്ററി സമാപിക്കുന്നത്. UKM ഫൗണ്ടേഷനും HM ടെലിവിഷനും ചേർന്നാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുന്നത്. Siendo feliz, siendo amigo de Jesús y estar siempre junto a Él. സഭയിൽ പ്രചാരത്തിലുള്ള ഒരു ഭക്താനുഷ്ഠാനമാണ് ഉത്തരീയ ഭക്തി. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് കർമ്മലീത്ത സന്യാസിയായ വിശുദ്ധ സൈമൺ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടാണ് ഉത്തരീയ ഭക്തിയുടെ ആരംഭം. വിശ്വാസികളുടെ ഉപയോഗത്തിനായി 18 ഉത്തരീയങ്ങൾ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധവും ജനകീയവുമായ ഉത്തരീയ ഭക്തിയാണ് തൗട്ട് നിറത്തിലുള്ള കർമ്മല ഉത്തരീയം. ഈ ഉത്തരീയം കർമ്മലീത്ത സഭയുമായി ബന്ധപ്പെട്ടതാണ്. പാരമ്പര്യമനുസരിച്ച് 1251 ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിൽ താമസിച്ചിരുന്ന കർമ്മലീത്ത സഭയുടെ 6ാമത്തെ സുപ്പീരിയർ ജനറലായ സൈമൺ സ്റ്റോക്ക് തന്റെ സഭാ പരീക്ഷണങ്ങളും അടിച്ചമർത്തലുകളും നേരിട്ട സമയത്ത് സ്വർഗീയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയായിരുന്നു. ജൂലൈ 16, 1251 പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മറിയം തൗട്ട് നിറത്തിലുള്ള ഒരു ഉത്തരീയം സൈമൺ സ്റ്റോക്കിന് കൈമാറി. 1198 ഇന്നസെന്റ് 3-ാമൻ പാപ്പയാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ സഭയിൽ ആരംഭിച്ച വെള്ള ഉത്തരീയം അംഗീകരിച്ചത്. ഒരു മാലാക വെള്ളവസ്ത്രമണിഞ്ഞ് അതിൽ നീലയും ചുവപ്പ് നിറമുള്ള കുരിശുമായി പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ ത്രിത്വത്തിന്റെ സഭയുമായി ബന്ധമുണ്ടായിരുന്നവർ വെള്ള നിറത്തിൽ നീലയും ചുവപ്പും ചേർന്ന കുരിശോടുകൂടിയ ഉത്തരീയം അണിയാൻ ആരംഭിച്ചു. 1255 സ്ഥാപിതമായ സേർവിറ്റ് ഓർഡറുമായി ബന്ധമുള്ളതാണ് മറിയത്തിന്റെ 7 വ്യാകുലങ്ങളുടെ ഉത്തരീയ ഭക്തി. കറുത്ത നിറമുള്ള ഈ ഉത്തരീയത്തിൽ വ്യാകുല മാതാവിന്റെ ഒരു ചിത്രം ഉൾക്കൊള്ളുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വ്യാകുലങ്ങളുടെ ഓർമ്മ സൂക്ഷിക്കാനാണ് ഈ ഉത്തരീയം ധരിക്കുന്നത്. ധന്യയായ ഉർസുല ബെനിൻ കാസുക്ക് ലഭിച്ച ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആകാശ നീല നിറമുള്ള ഈ ഉത്തരീയ ഭക്തി തിയാറ്റീനൻ ഓർഡറിൽ ആരംഭിച്ചത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ ജനനത്തോടുള്ള ബഹുമാനവും പാപികളുടെ മാനസാന്തരവുമാണ് ഈ ഉത്തരീയ ഭക്തിയുടെ പ്രത്യേകത. 1846 ഉപവിയുടെ പുത്രിമാർ എന്ന സന്യാസഭയിലെ ഒരു കന്യാസ്ത്രീക്ക് ലഭിച്ച ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം പ്രാപിച്ച ഉത്തരീയ ഭക്തിയാണ് പീഡാനുഭവത്തിന്റെ ചുവപ്പ് ഉത്തരീയം. ദൈവിക പുണ്യങ്ങളായ വിശ്വാസവും ശരണവും ഉപവിയും വളരുന്നതിനാണ് ഈ ഉത്തരീയം ധരിക്കുന്നത്. പച്ച നിറത്തിലുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ ഉത്തരീയം 1840 ഉപവിയുടെ പുത്രിമാർ എന്ന സന്യാസഭയിലെ ഒരു കന്യാസ്ത്രീക്ക് ലഭിച്ചതാണ്. മാനസാന്തരത്തിനുള്ള പ്രത്യേക ഉത്തരീയമാണിത്. സഭയിൽ വിശുദ്ധ മിഖായലിനോടുള്ള പ്രാർത്ഥന പ്രോത്സാഹിപ്പിച്ച 13ാം ലിയോ മാർപ്പാപ്പയാണ് മിഖായൽ മാലാഖയുടെ ഉത്തരീയ ഭക്തിക്ക് അംഗീകാരം നൽകിയത്. സമചതുരാകൃതിയിലുള്ള ഉത്തരീയത്തിന് പകരം ഒരു പരിചയുടെ രൂപത്തിലാണ് ഈ ഉത്തരീയം. നീലയും കറുപ്പുമാണ് നിറങ്ങൾ. ഉത്തരീയത്തിൽ മിഖായൽ മാലാഖയുടെ ചിത്രവും അതിൽ ദൈവത്തെപ്പോലെ ആരുണ്ട് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കപ്പൂച്ചൻ സഭയിൽ ആരംഭിച്ച വിശുദ്ധ ജോസഫിന്റെ ഉത്തരീയ ഭക്തിക്ക് കത്തോലിക്ക സഭ 1880 അംഗീകാരം നൽകി. വയലറ്റും സ്വർണവും നിറങ്ങളുള്ള ഉത്തരീയമാണിത്. കമ്പിളി വസ്ത്രത്തിലുള്ള രോഗികളുടെ സഹായമായ കറുത്ത ഉത്തരീയത്തിൽ ദൈവമാതാവിന്റെ ചിത്രത്തിന് താഴെയായി വിശുദ്ധ യൗസേപ്പിതാവും വിശുദ്ധ കമ്മലീസിനെയും ചിത്രീകരിച്ചിരിക്കുന്നു. രോഗികളുടെയും സാഹോദര്യത്തിന്റെയും മധ്യസ്ഥരാണ് ഈ 2 വിശുദ്ധരും. അതോടൊപ്പം ചുവന്ന നിറത്തിലുള്ള ഒരു ചെറിയ കുരിശും ഈ ഉത്തരീയത്തോടൊപ്പം തുന്നിച്ചേർത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ധീര രക്തസാക്ഷിത്വം വരിച്ച 16 കർമ്മലീത്ത സഭാംഗങ്ങളുടെ സ്മരണകളിൽ ആഗോള സഭ 1749 ജൂലൈ 17 ശിരച്ഛേദം ചെയ്യപ്പെട്ട് തങ്ങളുടെ വിശ്വാസത്തെയും സഭയെയും പ്രതിരോധിക്കാനായി രക്തം ചിന്തിയത്. ഫ്രാൻസിലെ കോംബിയേനിൽ സ്ഥിതി ചെയ്തിരുന്ന കർമ്മലീത്ത മഠത്തിൽ 1790 ആഗസ്റ്റ് 4 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ക്രൂര നടപടികളുടെ ഭാഗമായി ഭരണകൂട പ്രതിനിധികളും സൈനികരും അതിക്രമിച്ച് കയറുകയും അവിടെയുണ്ടായിരുന്ന കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സന്യാസവ്രതങ്ങൾ ഉപേക്ഷിച്ച് മഠങ്ങൾ ഉപേക്ഷിച്ചു പോകാൻ അവർക്ക് താക്കീത് നൽകപ്പെട്ടു.
ദേവാലയങ്ങൾ കൊള്ള ചെയ്യപ്പെടുകയും കൂദാശകൾ നിർത്തലാക്കപ്പെടുകയും ചെയ്തു. തന്റെ മഠത്തിലുണ്ടായിരുന്ന 20 പേരെ 4 വ്യത്യസ്ത ഭവനങ്ങളിലായി ഒളിപ്പിച്ച് സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് കോമ്പിയനിലെ കർമ്മലീത്ത മഠാധിപിയായിരുന്ന സിസ്റ്റർ തെരേസ ധൈര്യസമേതം പ്രാർത്ഥനകൾക്കും സന്യാസാചാരങ്ങൾക്കും രഹസ്യമായി നേതൃത്വം നൽകി. 1794 സന്യാസവ്രതങ്ങൾ പാലിച്ച് രഹസ്യമായി താമസിച്ചിരുന്ന കർമ്മലീത്ത സന്യാസിനികളെപ്പറ്റി അറിഞ്ഞ ഭരണകൂട ഉദ്യോഗസ്ഥർ അവരെ തടവിലാക്കുകയായിരുന്നു. 1794 ജൂലൈ 17 16 കന്യാസ്ത്രീകളെയും പാരീസിന്റെ തെരുവുകളിൽ കൂടി കുറ്റവാളികളെ കൊണ്ടുപോകുന്നതുപോലെ അപമാനിക്കുകയും ദൈവസ്തുതികൾ ആലപിച്ച് അവർ തങ്ങളുടെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. പാരീസിലെ പ്ലേസ് ഡെ ലാ നേഷൻ എന്ന സ്ഥലത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനു മുൻപിൽ 117 സങ്കീർത്തനം ആലപിച്ച് സിസ്റ്റർ തെരേസയുടെ കയ്യിലെ പരിശുദ്ധ മാതാവിന്റെ രൂപം ചുംബിച്ച് മരിക്കാനുള്ള അനുവാദം തങ്ങളുടെ മഠാധിപിയിൽ നിന്നും വാങ്ങിയ ശേഷം തങ്ങളുടെ സന്യാസവ്രതങ്ങൾ നവീകരിച്ച് ഓരോരുത്തരായി ശിരച്ഛേദത്തിന് സ്വയം കീഴടങ്ങി. ഒടുവിൽ സിസ്റ്റർ തെരേസയും തന്റെ മരണവിധിക്കു മുൻപിൽ ധീരതയോടെ കഴുത്തുനീട്ടി ശിരച്ഛേദത്തിന് വിധേയയായി. 1906 മെയ് 27 പിയൂസ് 10 പാപ്പ അവരെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. ശതാബ്ദി ആഘോഷിക്കുന്ന ചെറുപുഷ്പ ബദനി സന്യാസിനി സഭയ്ക്ക് ആശംസകളും പ്രാർത്ഥനകളും നേർന്ന് സഭാ നേതൃത്വം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രേക്ഷിത തീക്ഷ്ണതയും ആധ്യാത്മികതയും പിന്തുടരുന്ന ബദനി സഹോദരിമാരുടെ ശുശ്രൂഷകൾ സഭയ്ക്കും സമൂഹത്തിനും മുതൽക്കൂട്ടാണെന്ന് വിവിധ രൂപതാധ്യക്ഷന്മാർ പറഞ്ഞു. ദേവദാസൻ മോൺസിഞ്ഞോർ റെയ്മണ്ട് ഫ്രാൻസിസ് കമില്ലസ് മസ്കരനെ സ്ഥാപിച്ച സന്യാസിനി സഭയ്ക്ക് 9 രാജ്യങ്ങളിലായി 8 പ്രൊവിൻസുകളും 2 ഡെലഗേഷനുകളുമുണ്ട്. ദൈവേഷ്ടത്തിന് സ്വയം സമർപ്പിച്ച് വിശുദ്ധിയുടെ പാതയിൽ മുന്നേറിയ ദൈവദാസൻ മോൺസിഞ്ഞോർ റെയ്മണ്ട് ഫ്രാൻസിസ് കമില്ലസ് മസ്കരനസ് ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന ദീപശിഖയാണ്. ആ പുണ്യാത്മാവ് വഴിതെളിച്ച ആധ്യാത്മിക സരണിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ബദനിയുടെ അടിസ്ഥാനശിലകളായി മാറിയവരാണ് മദർ മാർത്ത, സിസ്റ്റർ ക്ലയർ, സിസ്റ്റർ ലൂർദ്, സിസ്റ്റർ ഗെറ്റ്രൂഡ് എന്നിവർ. കാരുണ്യത്തിന്റെ നിതാന്ത ദർശകരായി തീർന്നുകൊണ്ട് സഭാസ്ഥാപകനോടൊപ്പം സ്വർഗരാജ്യം പണിയാൻ പുറപ്പെട്ട ഇവർ ഇന്ന് ബദനി 100 വർഷങ്ങൾ പൂർത്തിയാക്കിയതിൽ സ്വർഗത്തിലിരുന്ന് കൃതാർത്ഥരാകുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെപ്പോലെ ലാളിത്യത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് ലോകം മുഴുവൻ നന്മ വിതറാൻ ബദനി സന്യാസിനിമാർ കർമ്മനിരതരായിരിക്കുന്നുവെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അർപ്പിച്ച ദിവ്യബലി മധ്യേ പറഞ്ഞു. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജോ സിഞ്ചനാനിയിലും കണ്ണൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കന്തലയും സന്യാസിനി സമൂഹത്തിന് ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ആധുനിക കാലഘട്ടത്തിലും ബദനിയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവർ ഏറെയാണ്. നിരാലംബർക്കും അശരണർക്കും ആശ്രയമായി തീരുന്ന രീതിയിൽ ഒന്നുമില്ലാത്തവൻ അപ്പമായും ദരിദ്രന് കൈത്താങ്ങായും ചഞ്ചലഹൃത്തർക്ക് സ്വാതന്ത്ര്യമായും ധൈര്യമായും രോഗികൾക്ക് ലേപനമായും വിദ്യാധൻ നാളങ്ങൾ കൊളുത്തി കരുണാർത്ഥ സ്നേഹത്തിന്റെ വക്താക്കളായി ബദനി സന്യാസിനിമാർ മാറുകയാണ്. കർണാടകയിൽ മംഗലാപുരത്ത് 1921 ജൂലൈ 16 പാകിയ ചെറുകടുകുമണി വളർന്നു പന്തലിച്ച് വടവൃക്ഷമായി മാറിയിരിക്കുന്നു. ബദനിയുടെ ആധ്യാത്മികതയും സവിശേഷ സിദ്ധിയും തലമുറകൾ കൈമാറി ഇന്ന് 8 പ്രൊവിൻസുകൾ, 2 സെൻട്രൽ, എബ്രോഡ് ഡെലഗേഷൻ എന്നീ രീതിയിൽ 188 സന്യാസ ഭവനങ്ങളിലായി 1300-ൽ പരം ബദനി സന്യാസിനിമാർ കാരുണ്യത്തിന്റെ പ്രവർത്തകരായി നിലകൊള്ളുന്നു. സഭാസ്ഥാപകന്റെ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ദൈവാനുഗ്രഹത്താൽ 4 പേർ ബദനി സന്യാസിനിമാരായി സേവനമനുഷ്ഠിക്കുന്നു. ഈ പ്രത്യേക അനുഗ്രഹം ശതാബ്ദി ആഘോഷങ്ങൾ കൂടുതൽ അർത്ഥവത്താകുന്നുവെന്നും ബദനി സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റോസെലിൻ പറയുന്നു. ദൈവിക പരിപാലനയുടെ അളവറ്റ നീർത്തുള്ളികൾ അനുഭവിച്ചറിഞ്ഞ ബദനി ഇനി വരും നാളുകളിൽ സഭാസ്ഥാപകന്റെ വാക്കുകൾ ജീവിക്കാൻ പ്രാപ്തയാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഓരോ ബദനി സന്യാസിനിയും. ആതുര സേവനത്തിനായി ജീവിതം സമർപ്പിച്ച സിസ്റ്റർ ഡോക്ടർ ഫിദേലിസ് തളിയത്തിനെ കത്തോലിക്ക സഭ ദൈവദാസിയായി പ്രഖ്യാപിച്ചു. SD സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ഫിദേലിസിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഗാസിയാബാദ് ശാന്തിധാം SD പ്രൊവിൻഷ്യൽ ഹൗസിൽ നടന്ന ചടങ്ങിൽ ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര സിസ്റ്റർ ഫിദേലിസിന്റെ രൂപതാ തലത്തിലുള്ള നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. From the depths I call to you, O Lord. Listen to my cry. Lord, in compassion, listen to my pleading. Listen to my cry. If you refuse, Lord, to forgive your people's sin. ശാന്തിധാം SD പ്രൊവിൻഷ്യൽ ഹൗസിൽ നടന്ന ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ നാമകരണത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങ് നടത്തപ്പെടുകയും നാമകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു.
നാമകരണ നടപടികളുടെ ആരംഭത്തോടുകൂടി സിസ്റ്റർ ഡോക്ടർ ഫിദേലിസ് തളിയത്ത് ദൈവദാസിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. സിസ്റ്റർ റാൻസി കിടങ്ങൻ സമർപ്പിച്ച അപേക്ഷയ്ക്ക് റോമിൽ നിന്ന് ലഭിച്ച അനുമതി പ്രകാരം നാമകരണ നടപടികളുടെ ആരംഭം ആർച്ച് ബിഷപ്പ് പ്രഖ്യാപിച്ചു. നാമകരണ നടപടികൾക്കായി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയിൽ ഫാദർ മാർട്ടിൻ പാലമറ്റം എപ്പിസ്കോപ്പൽ ഡെലഗേറ്റായും, ഫാദർ ജോർജ് മണിമല പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസായും, സിസ്റ്റർ അരുണ ജോസ് CHF നോട്ടറിയായും, സിസ്റ്റർ കാതറിൻ SABS അഡ്ജക്റ്റ് നോട്ടറിയായും, സിസ്റ്റർ സജിത SD കോപ്പിയസ്റ്റായും നിയമിതരായി. നാമകരണ നടപടികളുടെ ഭാഗമായി ദൈവദാസി സിസ്റ്റർ ഫിദേലിസിന്റെ ജീവിതം പഠിച്ച് വിലയിരുത്തുന്നതിനായി 4 അംഗങ്ങളടങ്ങുന്ന ഒരു ഹിസ്റ്റോറിക്കൽ കമ്മീഷനെയും ആർച്ച് ബിഷപ്പ് നിയമിച്ചു. ഫാദർ അഗസ്റ്റിൻ പെരുമാലിൽ SJ, ഫാദർ പൗലോസ് മൻകായി SJ, ഫാദർ എബിൻ കുന്നപ്പള്ളിൽ, സിസ്റ്റർ രഞ്ജന ST എന്നിവരാണ് ഇതിൽ നിയമിതരായ അംഗങ്ങൾ. നാമകരണ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ആർച്ച് ബിഷപ്പ്മാർ കുര്യാക്കോസ് ഭരണകുളങ്ങരയും ഇതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ അംഗങ്ങളും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീതിയോടും സത്യസന്ധതയോടും കൂടി നിറവേറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ചാൻസലർ ഫാദർ ജോയ്സൺ പുതുശ്ശേരി അവരുടെ പ്രതിജ്ഞകളെ സാക്ഷ്യപ്പെടുത്തി പ്രസ്താവന നടത്തി. പുണ്യങ്ങളെ സാഹസികമായി ജീവിതത്തിൽ പരിശീലിക്കുന്നവരാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതെന്നും ദൈവദാസി സിസ്റ്റർ ഫിദേലിസ് പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് പുണ്യങ്ങൾ പരിശീലിച്ച വ്യക്തിയാണെന്നും ആർച്ച് ബിഷപ്പ് തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകമായി ഫരീദാബാദ് രൂപതയ്ക്കും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫരീദാബാദ് രൂപത സഹായമെത്രാൻ മാർ ജോസ് പുത്തൻവീട്ടിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് ഓടനാട്ട്, ST സന്യാസിനി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ലിസ് ഗ്രേസ്, ST സന്യാസിനി സഭയുടെ ഗാസിയാബാദ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഗ്രേസ് കാട്ടേത്തും, ഫരീദാബാദ് രൂപതയിലെ വൈദികരും സന്യസ്തരും പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 1929 എറണാകുളത്തുള്ള പുത്തൻപള്ളിയിലാണ് സിസ്റ്റർ ഡോക്ടർ ഫിദേലിസിന്റെ ജനനം. 1952 ST സന്യാസിനി സഭയിൽ ചേർന്ന സിസ്റ്റർ 1956 നിത്യവ്രത വാഗ്ദാനം ചെയ്തു. 1964 അമേരിക്കയിൽ മെഡിസിൻ പഠനം ആരംഭിച്ചു. പഠനം പൂർത്തിയാക്കി 1966 ഡൽഹിയിലെ ഹോളി ഏഞ്ചൽ നഴ്സിംഗ് ഹോമിൽ സേവനം ആരംഭിച്ചു. 1973 മുതൽ 1977 വരെ അമേരിക്കയിൽ ഉപരിപഠനം നടത്തി. പിന്നീട് ഡൽഹിയിലെ തന്നെ അശോക് വിഹാറിലുള്ള ജീവോദയ ഹോസ്പിറ്റൽ പണി കഴിപ്പിക്കുകയും അവിടെ തന്നെ തന്റെ ശുശ്രൂഷ ചുറ്റുമുള്ള അനേകായിരങ്ങൾക്ക് പ്രാർത്ഥനയോടെ നൽകുകയും ചെയ്തു. കൂടാതെ ഗാസിയാബാദിൽ വികലാംഗ കുട്ടികളെ പരിപാലിക്കുന്നതിനും ഡൽഹിയിലെ വികാസ്പുരിയിൽ അലഞ്ഞു നടക്കുന്ന സ്ത്രീകളെ പരിപാലിക്കുന്നതിനായും സ്ഥാപനങ്ങൾ ആരംഭിച്ചു. 2008 ഇഹലോകവാസം പൂർത്തിയാക്കിയ സിസ്റ്ററിന്റെ ജീവിതം ജാതിമതഭേദമന്യേ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു. പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി അഹോരാത്രം തന്റെ ശുശ്രൂഷ ജീവിതം ചെലവഴിച്ച ഒരു കരിസ്മാറ്റിക് ഡോക്ടറായിരുന്നു സിസ്റ്റർ. ഈ ധന്യജീവിതം അൾത്താരയിൽ വണങ്ങപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഫരീദാബാദ് രൂപത ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സാഹോദര്യ സഹകരണം ലക്ഷ്യം വയ്ക്കുന്ന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് വത്തിക്കാനും UAE-യും. അബുദാബിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ UAE വിദ്യാഭ്യാസ മന്ത്രി ഹുസൈൻ ബിൻ ഇബ്രാഹിം അൽ ഹമ്മദിയും കത്തോലിക്ക വിദ്യാഭ്യാസത്തിനായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ജുസേപ്പെ വെർസാൽദിയും ചേർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. യഥാർത്ഥ സാഹോദര്യത്തിനും സമാധാനപരവും കൂട്ടുത്തരവാദിത്ത അവബോധമുള്ളതുമായ ഒരു ലോകത്തോടുള്ള പ്രതിപത്തി ഭാവി തലമുറകളിൽ ഉണർത്താൻ ഇത് സഹായകരമാകുമെന്ന് കത്തോലിക്ക വിദ്യാഭ്യാസത്തിനായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ജുസപ്പെ പറഞ്ഞു. 2019 ഫെബ്രുവരി 4 UAE സന്ദർശന വേളയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും അൽ അഷറിലെ ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യിബും ഒപ്പുവെച്ച വിശ്വശാന്തിക്ക് വേണ്ടിയുള്ള മാനവ സാഹോദര്യ പ്രഖ്യാപനത്തിന് ചുവടുപിടിച്ചാണ് ഈ ധാരണാപത്രവും. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികളെ ഒത്തൊരുമിച്ച് നേരിടുന്നതിനുള്ള സന്നദ്ധത കത്തോലിക്ക വിദ്യാഭ്യാസത്തിനായുള്ള വത്തിക്കാൻ സംഘം അറിയിച്ചു. ലോകത്തിൽ 2.5 ലക്ഷത്തോളം കത്തോലിക്ക വിദ്യാലയങ്ങളും 2000-ഓളം കത്തോലിക്ക സർവകലാശാലകളും കത്തോലിക്ക വിദ്യാഭ്യാസത്തിനായുള്ള വത്തിക്കാൻ സംഘവുമായുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാകുന്നു. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.